പത്രമറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോള് വിഷമിച്ചിരിക്കുകയാണ്. നവ്യയും ജലജയും എപ്പോഴും മോളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നയനാമ്മ പ്രസവിച്ച് കഴിയുമ്പോൾ നിന്നെ ഉപേക്ഷിക്കും, നിന്നെ നിൻ്റെ അമ്മയടുത്ത് കൊണ്ടാക്കും എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ചന്തുമോൾക്ക് ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശ് ചോദിക്കണം, എന്താ മോളെ? അപ്പം ചന്തുമോൾ കാര്യം പറയും. നവ്യ അമ്മയും ജലജാൻറ്റി ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയുമ്പം പറയണം, ആരെന്ത് പറഞ്ഞാലും നയനാമ്മയുടെയും ആദർശച്ചൻ്റെയും മൂത്ത മോള് തന്നെയാണ്. ഇനി കുഞ്ഞാവ് വന്നാലും അതിലൊരു മാറ്റമില്ലെന്നും പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആദർശ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ആണെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫോണിലേക്ക് ഒരു വീഡിയോ വരികയാണ്. ആ വീഡിയോ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനിയാണെങ്കിൽ സ്റ്റാഫിലോട് പറയാണ്, ഇപ്പോൾ നമ്മൾ എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഒന്നാമത് നിൽക്കുകയാണ്. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ ഈ ഒരു സുഖം മറ്റുള്ള ബ്രാഞ്ചിൽ കിട്ടണമെന്നില്ല എന്ന് പറയാണ്. അപ്പം ബാക്കിയുള്ള സ്റ്റാഫ് പറഞ്ഞു, ഞങ്ങൾ സാറിൻ്റെ കൂടെ കട്ടയ്ക്ക് തന്നെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വീഡിയോ ആണ് അയച്ചു കൊടുത്തേക്കുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നന്ദന് ഭയങ്കര സന്തോഷമായിട്ട് അനിയെ വിളിക്കുന്നുണ്ട്. അപ്പം അനിയടുത്ത് പറയുന്നുണ്ട്, നീ പൊളിക്കുകയെന്നല്ലോടാ, അടിപൊളിയായിട്ട് നീ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ നീ പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അനി പറയാണ്. മാത്രമല്ല ഇപ്പം ഒന്നാമതെത്തിയതിന് ശേഷം ആ ഒരു സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വലിയ പാടാണ്. അതിൻ്റെ ഒരു നെട്ടോട്ടത്തിലാണ് ഞാൻ എന്നൊക്കെ അനി പറയുന്നുണ്ട്. ഒരു കാര്യം നീയും കൂടെ ആ ജോലി ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്ന് നിൽക്കുക, അപ്പോൾ എനിക്ക് കൂടുതൽ ശക്തി കിട്ടും എന്നൊക്കെ അനി പറയുന്നുണ്ട്. അതൊന്നും ഉടനെ നടക്കത്തില്ല. നിൻ്റെ അമ്മ എതിർപ്പാണ്. കൂടാതെ ഇപ്പം എനിക്ക് അതിനേക്കാൾക്ക് വലിയൊരു എതിർപ്പ് അവിടെ വന്നിട്ടുണ്ട്, എൻ്റെ ചേച്ചി തന്നെ. അപ്പം അനി പറയാണ്, എൻ്റെ അമ്മയ്ക്ക് കുറച്ചൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം നന്ദു പറയണം, മാറ്റമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് വരുന്നതിൽ മാത്രം അമ്മയ്ക്ക് വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് നന്ദു പറയാണ്. അതൊക്കെ മാറും എന്ന് പറയണം. പക്ഷേ നീ ഇങ്ങോട്ട് ഓഫീസിലേക്ക് വന്നില്ലെങ്കിലും നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കല്ലേ എന്ന് അനി പറയാണ്. അപ്പം നന്ദു പറയണം, അത് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് നന്ദു പറയുന്നുണ്ട് തിരിച്ച്. അനി പറയണം, ശരി, സ്റ്റാഫിനോടെല്ലാം പരുഷമായി സംസാരിച്ചിട്ടൊന്നും കാമുകിയായിട്ടിരുന്ന് സൊള്ളാൻ പറ്റത്തില്ല, എനിക്ക് ജോലി ഉണ്ടെന്നും പറഞ്ഞ് അനി പെട്ടെന്ന് ഫോണങ്ങ് വെക്കുകയാണ്. നന്ദു ആണ്, ഓ ശരി എന്നും പറഞ്ഞ് വെച്ചിട്ട് നന്ദു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അനി പറയുന്നതെല്ലാം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണെങ്കിൽ പുറത്ത് ഒരു കടയിൽ പോയിരിക്കുകയാണ്. സാധനം വാങ്ങിക്കാൻ നിൽക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ട് വേണുവും അനാമിയും കൂടെ കാറി വരുന്നത്. അപ്പോൾ ഇവരിത് കാണുന്നുണ്ട്, ജാനകി അവിടെ നിൽക്കുന്നത്. അപ്പോൾ വേണു പറയാണ്, ആ ജാനകി പണ്ട് നമ്മുടെ സൈഡായിരുന്നില്ലേ, നീ ഒന്ന് ചെന്ന് സംസാരിച്ച് നോക്കും, ആ പണ്ടത്തെ ഒരു സ്നേഹം ഇപ്പോഴും കാണാതൊന്നും ഇരിക്കത്തില്ല, നീ ഒന്ന് ചെല്ല് മോളെ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, ഞാനും വിചാരിച്ചായിരുന്നു അവരെ ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും, എന്തായാലും ആ സ്നേഹമൊന്നും പൂർണ്ണമായി പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നെങ്കിൽ മോള് പോയിട്ട് വാന്നും പറഞ്ഞാൽ വേണു പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുകയാണ്. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഭയങ്കര സ്നേഹത്തോടൊക്കെ അങ്ങ് ചെല്ലുകയാണ്. അങ്ങ് പോകാനൊരുങ്ങുന്ന അനാമിക ജാനകി തിരിഞ്ഞിരിക്കുകയാണ്. ആഹാ നീയാണോ? ആ അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക. അമ്മ ഒന്ന് കാണണമെന്നും വിളിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നേ പറയാണ്. അപ്പോൾ ജാനകി പറയണം, ഞാനും നിന്നെ ഒന്ന് കാണണമെന്നും വിളിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അനാമികയ്ക്ക് എന്താ അമ്മേ എന്നെ കാണണമെന്ന് വിചാരിച്ചിരുന്നേ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നല്ലൊരു അടിയും വെച്ച് കൊടുക്കാൻ കാരണം പോലൊക്കെ നല്ലൊരടി അനാമിക കിട്ടുന്നുണ്ട്. അനാമിക ഞെട്ടിയിരിക്കുകയാണ്. അടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് തരാനായിട്ടാണ് നിന്നെ കാത്തിരുന്നത്. നീ അന്ന് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അന്നേ നിന്നെ വിചാരിച്ചത് അവിടെ വന്ന് നിന്നെ തല്ലണമെന്ന്, പക്ഷെ നടന്നില്ല. ഇപ്പം നീയായിട്ട് തന്നെ എൻ്റെ മുന്നിൽ വന്നല്ലോ. ഒരു വട്ടം നീ എൻ്റെ മോനെ കോടതി കയറ്റി, അന്ന് ഞാനങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. പിന്നെയും കോടതി കയറി നിനക്ക് ആവശ്യമില്ലാത്ത എല്ലാം നീ വിളിച്ച് പറഞ്ഞു. മാത്രമല്ല അച്ഛനെയും അമ്മയും വരെ നീ കോടതി കയറ്റി. അന്നേ ഞാൻ വിചാരിച്ചാൽ ഇത് നിനക്ക് തരണോ എന്ന്. അപ്പോഴത്തേക്ക് വേണു ഓടിയങ്ങ് എത്തി മോക്കാടി കിട്ടിയപ്പോഴത്തേക്ക്. നിങ്ങൾ കൂറുമാറിയോ എന്ന് ചോദിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം വന്നോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു മാറ്റവും വന്നില്ല. അന്നും ഞാൻ ഇവളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്, എന്നിട്ട് ഇവളാണ് എന്നെ ചതിച്ചതെന്ന് പറയാണ്. അപ്പം അനാമിക പറയാണ്, എന്നെ ഉപേക്ഷിച്ചിട്ട് ഇനി അടുത്തുള്ള കൊണ്ടുവരാനുള്ള തത്രപ്പാടിലായിരിക്കും. അപ്പോൾ ജാനകി പറയാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒന്നിനെ ഇനി എൻ്റെ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. വേണു പറഞ്ഞു, ഞങ്ങളൊക്കെ ഈ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ട്, അതൊക്കെ ആലോചന വേണം എന്ന് പറയാണ്. അപ്പം ജാനകി പറയാണ്, അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം കണ്ടും കേട്ടും ഒരാൾ ഇരിപ്പുണ്ട്, മുത്തശ്ശൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അത് കണ്ടാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ജാനകി മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. പറഞ്ഞു ജാനകി അങ്ങ് പോവുകയാണ്. അപ്പോൾ അനാമിക എടുത്ത് പറയാണ്, മോളെ എല്ലാവരും മാറുവാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, ഇങ്ങനെയുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ തല്ല് കൊണ്ടുകൊണ്ടേയിരിക്കും, എവിടെ പോയാലും തെല്ല് കിട്ടുമെന്നും പറഞ്ഞ്
വാ അച്ചാന്ന് പറഞ്ഞ് രണ്ടും കൂടെ അങ്ങ് പോവുകയാണ്. എവിടെ പോയാലും അവർക്ക് തല്ല് മാത്രമേ ഉള്ളൂ ബാക്കി. പിന്നെ കാണിക്കുന്നത് ആദർശും ദേവേനയും കൂടെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശ് പറയാണ് ചന്തുമോളെ എല്ലാവരും കൂടെ വിഷമിപ്പിക്കുകയാണ്, അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ ദേവേനെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് രണ്ടുകൂടി സംസാരിച്ചുകൊണ്ട് അപ്പോൾ അനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആദർശ് വയ്ക്കണം, നീ എന്തായാലും നേരത്തെ ഷോപ്പിൽ നിന്ന് പോരുന്നു. അല്ല ആദർശ് ചേട്ടാ, അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വന്നേ. അപ്പോൾ ആദർശ് വയ്ക്കുക, ഇളയമ്മ എന്തിനാ നിന്നെ പെട്ടെന്ന് വിളിച്ച്, എന്തോന്നൊന്നും അറിഞ്ഞൂടാ, എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ പെട്ടെന്ന് വന്നതാണ്. ദേവേനി പറയാണ് അവൾക്കിപ്പം നല്ല മാറ്റമുണ്ട്, പണ്ടത്തെ കൂട്ടൊന്നുമല്ല, നല്ല മാറ്റമുണ്ട്. ആ കേസ് വന്നതോടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങിയവൾക്ക്. അപ്പം രാജേഷ് പറയാം, ശരിയാ ഇളയമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, ഇനി നിൻ്റെയും നന്ദുൻ്റെയും കാര്യങ്ങളും പറയാനാണോ വിളിക്കുന്നത് എന്ന് പറയാണ്. അപ്പം അനി പറയാണ്, അതിനൊന്നും സാധ്യതയില്ല എന്ന് പറയാണ്. എന്നാലും ഞാൻ പോയിട്ട് വരട്ടെ അമ്മയെ കാണാമെന്ന് പറയാണ്. അപ്പം അനി അങ്ങോട്ട് പോകുമ്പോൾ ദേവേനി പറയാണ്, എന്തായാലും അതിനൊരു സാധ്യതയില്ല, നീ എന്തിനാ അവന് വെറുതെ ആശ കൊടുത്തേ എന്ന് ചോദിക്കുകയാണ്. അല്ലമ്മേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അനി അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ജാനകി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. അനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, എന്താ അമ്മ എന്നെ വിളിച്ച്? ഒന്നുമില്ല, മോനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഒത്തിരി തെറ്റുകൾ അമ്മ മോനോട് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ മോൻ എന്നോട് ക്ഷമിക്കും. ഇനി മോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോ. അമ്മ ഒരു കുറ്റവും പറയത്തില്ല, ഒരു തെറ്റും പറയത്തില്ല, അമ്മ ഒന്നിനും മോന് തടസ്സമായി നിൽക്കത്തില്ല എന്ന് പറയാണ്. ഈ ഡയലോഗ് പറയാനാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അനിയെ വിളിച്ചു വരുത്തിയത് ജാനകി. എന്നിട്ട് ആ വായി തന്നെ പറയുകയാണ്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ നന്ദുവും നീയും തമ്മിലുള്ള കല്യാണത്തിന് മാത്രം ഞാൻ സമ്മതിക്കത്തില്ല, ആ തീരുമാനത്തിന് മാത്രം ഒരു മാറ്റമില്ല. അപ്പം വീണ്ടും ആ പ്രതീക്ഷയും കൂടെ പോയി. അപ്പോൾ അനി ചോദിക്കാൻ, അതിനെന്താ അമ്മ, ഒരു വീട്ടിൽ നിന്ന് 3 മരുമക്കൾ വരുന്നെന്ന് പറഞ്ഞ് എന്തോ, അത് വേണ്ട, അത് മാത്രം നടക്കത്തില്ല എന്ന് ജാനകി വീണ്ടും തറപ്പിച്ച് പറയാണ്. ശരി ശരി എന്ന് പറഞ്ഞ് അനിയാണെങ്കിൽ പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വന്ന് നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അപ്പം വന്ന് നന്ദുവിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുമല്ലോ. നന്ദുവിൻ്റെ അടുത്തുനിന്ന് അനി വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം നവ്യ ചേച്ചി ഇപ്പം നല്ല മാറ്റമുണ്ട്, ഇപ്പോൾ അബിയുടെ കൂടെയാണ്, ബാക്കിയുള്ളവരെല്ലാം ശത്രുക്കളാണെന്നൊക്കെ നമ്മുടെ അനി പറയുകയാണ്. അപ്പം നന്ദു പറയാണ്, ഈ സത്യങ്ങളെല്ലാം നവ്യ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, പരോള് കിട്ടി അബി ഇറങ്ങുകയും ചെയ്യും. അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നവ്യ ചേച്ചി നിന്നാൽ അത് വലിയ പ്രശ്നമാവും എന്ന് പറയുകയാണ്. എന്തായാലും പ്രശ്നം, എന്നാൽ ഇവർക്ക് പറഞ്ഞൂടെ, അതും ചെയ്യുന്നില്ല. അവർ രണ്ടുപേരും അബിയുടെയും നവ്യയുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനിയുടെ ഫോണിലേക്ക് നവീൻ വിളിക്കുന്നത്. നീ എവിടെയാ എന്ന് വയ്ക്കും. ഞാനും നന്ദുവും കൂടെ നിന്ന് സംസാരിക്കുകയാണ്, എന്നെങ്കിൽ നിങ്ങൾ ഇന്ന റെസ്റ്റോറൻറ്റിലോട്ട് വരാൻ പറഞ്ഞ് അങ്ങോട്ട് വരാൻ പറയാണ്. ശരി വരാം എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ചെല്ലുകയാണ്. ചെന്ന് അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയാണ്, ഇവൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നന്ദു ചോദിക്കാൻ, ആരാ അത്, ആ കുട്ടിയെടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പം നവീൻ പറയാണ്, പറഞ്ഞിട്ടില്ല. അപ്പം നന്ദു പറയണം, പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയാണ്. നവീൻ പറയാണ്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ആരാന്ന് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് നന്ദുവും അനിയും കൂടെ പറയുന്നുണ്ട്. നന്ദു പറയാണ്, എന്തായാലും നവീൻ ചേട്ടൻ പറയണം, ഒരുപക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലോ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ, ഈ അനിയെ പോലെ ആയിപ്പോവും എന്ന് പറയുകയാണ്. അപ്പോൾ നവീൻ പറയണം, എതിർപ്പുണ്ടാവാൻ വഴിയില്ല, പിന്നെ എന്താ കുഴപ്പം എന്ന് നന്ദു ചോദിക്കണം. വലിയ കാശൊന്നും വീട്ടിലുള്ള കുട്ടിയൊന്നുമല്ല, പിന്നെ ഒരു ജോലിയുണ്ട്. അപ്പോൾ അനി പറയണം, അതാ നല്ലത്, ജോലി ഉണ്ടെങ്കിൽ പുറത്ത് ആൾക്കാരുമായിട്ട് പരിചയമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് അനി പറയുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ കുട്ടിയോട് പറയണമെന്ന് നന്ദു പറയുന്നു. അപ്പം എന്നും പറയണ്ട, അവർ ഫുഡ് കഴിക്കുകയാണ്. മെയിനാണെങ്കിൽ പതുക്കെ നന്ദുവിനെ നോക്കുന്നുണ്ട്. നന്ദു അനി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് കഴിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.